മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ നിന്നും കേരള പ്രതിനിധിയെ ഒഴിവാക്കിയ തീരുമാനം അപലപനീയമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിൽ നിന്നും കേരള പ്രതിനിധിയെ ഒഴിവാക്കിയ തീരുമാനം അപലപനീയമെന്ന് ഡീൻ കുര്യാക്കോസ് എം പി. കേരളത്തോടുള്ള വിവേചനമാണിതെന്നും ആലോചനയില്ലാതെയുള്ള തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ ഡാം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും തമിഴ്നാട് സർക്കാർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞതിന് പിന്നാലെയാണ് തീരുമാനമെന്നും കേന്ദ്രത്തെ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. തമിഴ്നാടിന് വേണ്ടിയെടുത്ത തീരുമാനമെന്ന് സംശയിക്കേണ്ടി വരുമെന്നും പുതിയ ഡാം എന്ന ആവശ്യത്തിൽ നിന്നും പിന്മാറാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും ഡീൻ കുര്യാക്കോസ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളം നിർദ്ദേശിച്ച പ്രതിനിധിയെ NDSA നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി ഏകപക്ഷീയമായി മാറ്റുകയും ആ സ്ഥാനത്ത് നിന്ന് മാറ്റി മറ്റൊരാളെ നിശ്ചയിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഈ നിലനിൽക്കുന്ന പരിതസ്ഥിതിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത് കേരളത്തോടുള്ള സമ്പൂർണ്ണമായ ഏകപക്ഷീയമായ ഒരു വിവേചനമാണ് ഈ നടപടിയിലൂടെ വ്യക്തമാക്കുന്നത്. തമിഴ്നാട് സർക്കാർ കഴിഞ്ഞ ദിവസം അവരുടെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി, ഒരു കാരണവശാലും മുല്ലപ്പെരിയാറിൽ പുതിയ ഡാം പണിയാൻ അനുവദിക്കില്ല. മാത്രമല്ല, നിലവിലുള്ള ജലനിരപ്പ് സുപ്രീം കോടതി അനുവദിച്ചിട്ടുള്ളത് 142 അടിയാണ് മാക്സിമം. ആ 142 അടി എന്നുള്ളത് 152 ആക്കി ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ആലോചന നടത്തുന്നു എന്നുള്ള നിലയിലാണ് നയപ്രഖ്യാപന പ്രസംഗം വരെ നടന്നിട്ടുള്ളത്. ഒരേ സമയം തമിഴ്നാടിൻ്റെ നയപ്രഖ്യാപന പ്രസംഗം വരുന്നു, അതേസമയം തന്നെ കേരളത്തിൻ്റെ പ്രതിനിധി പിൻവലിക്കപ്പെടുന്നു. അതായത് ഞാൻ അങ്ങനെ അടച്ചാക്ഷേപിക്കുന്നില്ല, എന്നാൽ പോലും നമുക്ക് അനുകൂലമല്ല കാര്യം. അതുകൊണ്ടാണല്ലോ നിയമം വഴി സ്ഥാപിതമായിട്ടുള്ള NDSA. അപ്പോൾ പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് NDSA നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റി രൂപീകൃതമാകുന്നത്. ആ നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയുടെ പ്രവൃത്തി ഒരു സംസ്ഥാനത്തിൻ്റെ അവകാശത്തെ ഹനിക്കുന്ന വിധത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ആശങ്കയുണ്ട്. ഞാൻ പറയുന്നത് ഏത് മനുഷ്യൻ നിർമ്മിച്ചിട്ടുള്ള ഏത് കാര്യവും അതിന് ബലക്ഷയമുണ്ടാവും, സ്വാഭാവികമാണ്. അപ്പോൾ അത് പുതുക്കി പണിയുക തന്നെ വേണം. പുതിയ ഡാമാണ് ഇവിടെ ആവശ്യമായിട്ടുള്ളത്. അതിനനുസരിച്ചുള്ള ഇപ്പോൾ നമ്മൾ വെള്ളത്തിൻ്റെ കാര്യത്തിൽ ഒരു മുടക്കം തമിഴ്നാടിനോട് പറഞ്ഞിട്ടില്ല. ആവശ്യത്തിൽ കൂടുതൽ വെള്ളം എടുക്കാൻ മാത്രമേ നമ്മൾ പറയാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കേരളത്തിന് സുരക്ഷ, തമിഴ്നാടിന് വെള്ളം, ആ നിലയിലുള്ള നിലപാടുമായി പുതിയ ഡാം, പുതിയ കരാർ എന്നുള്ള നിലയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകും.